ഇറാൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുകയും അവർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ എന്താണെന്ന് പരിശോധിക്കുകയും ഈ പറഞ്ഞ പോലെ ഈ കുറച്ചുകൂടി ഇൻറ്റേർണൽ ഡെമോക്രസി ശക്തിപ്പെടുത്തുകയും ചെയ്തൊരു മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ളതായിരിക്കും ആ രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക് ഗുണരാകുക. ഇപ്പോൾ ഇന്ന് ഉയരുന്നൊരു മുദ്രാവാക്യമുണ്ട് ഇറാൻ തെരുവിൽ, സിറിയയും യമനുമല്ല, സിറിയയും യമനും ലബനാനുമല്ല, നമ്മുടെ ജീവിതമാണ് പ്രധാനം എന്നവർ മുദ്രാവാക്യം വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ്? അത്രയും ഫണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇറാൻ്റെ എനർജി അങ്ങോട്ട് പോയിട്ടുണ്ട്, റിസോഴ്സുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഒരു തെമ്മാടിയായ ഒരു ഭരണാധികാരിയെ സംരക്ഷിക്കാൻ വേണ്ടി. ഒരൊറ്റ കാരണമേ ഉള്ളൂ, അങ്ങേര് ഈ ഷിയ സെക്റ്റിൽപ്പെട്ട ആളായിരുന്ന ഒറ്റ കാരണത്താൽ. അപ്പോൾ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്ട്രാറ്റജിക്കായുള്ള ഒരു ജനാധിപത്യ പ്രക്ഷോഭത്തെ, ജനകീയ പ്രക്ഷോഭത്തെ തകർക്കാൻ വേണ്ടി ഒരു ഡ്രക്കോണിയൻ ഭരണകൂടത്തെ പിന്തുണച്ചതുകൊണ്ട് അവർക്ക് പറ്റിയ വലിയ അബദ്ധമായിരുന്നു. ആ നിലക്ക് നോക്കുമ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള പല പിഴവുകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ എക്കണോമി അവർ ഇറാനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ ഒന്നാമത് യങ് പോപ്പുലേഷൻ ഇത്ര അധികമുള്ള വിശാലമായ ഭൂപ്രദേശമുള്ള വലിയൊരു രാജ്യമാണത്. ഇഷ്ടം പോലെ റിസോഴ്സുള്ള രാജ്യമാണ്. ലോകത്ത് ഓയിൽ റിസർവിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. കാർഷിക സമൃദ്ധമായിട്ടുള്ള രാജ്യമാണ്. ഫലഭൂയിഷ്ടമായുള്ള ഭൂമിയാണ്. ഏത് നിലക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ്. എന്താണ്, അങ്ങേയറ്റത്തെ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമുള്ള ഒരു ജനതയാണ്. ഇതെല്ലാം ഉള്ളൊരു രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം നിലയുറപ്പിച്ച ഒരു സാമ്രാജ്യത്തിൻ്റെ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ബാക്കിപത്രമാണ്. ഏറ്റവും എന്താ പറയുക, സമൃദ്ധിയുള്ളൊരു സാമ്രാജ്യത്തിൻ്റെ ബാക്കിപത്രം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നിലക്കും ഗംഭീരമായ രാജ്യമാണ്. പക്ഷേ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ശ്രമിക്കുന്നു. അതുണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ, അതിനെതിരായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനകീയ വികാരം, അതിനിപ്പം സർക്കാർ എങ്ങനെ അതിനോട് പ്രതികരിക്കും? അവരോട് കോൺഫ്രണ്ട് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ അത് ഭയങ്കരമായൊരു എന്താ പറയുക, തെറ്റായ ഒരു നിലപാടായിരിക്കും. അങ്ങനെ കോൺഫ്രണ്ടേഷനിലേക്ക് പോകണം. നിങ്ങൾ ആളുകളെ കൊല്ലുകയാണെങ്കിൽ ഞാൻ വന്ന് ബോംബിടും എന്നാണ് ആര് പറയുന്നുണ്ട്? ട്രംപ് പറയുന്നുണ്ട്. ട്രംപ് വന്ന് ബോംബിട്ടാൽ ഒരു പക്ഷേ ഇറാന് ഗുണകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പറയുന്ന ദേശീയ വികാരത്തെ മറ്റൊരു തരത്തിൽ തിരിച്ചുവിടാൻ ഇറാൻ ഭരണകൂടത്തിന് സാധിക്കും. ഇറാൻ ഭരണകൂടം അവിടുത്തെ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുകയും അവർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ എന്താണെന്ന് പരിശോധിക്കുകയും ഈ പറഞ്ഞ പോലെ ഈ കുറച്ചുകൂടി ഇൻറ്റേർണൽ ഡെമോക്രസി ശക്തിപ്പെടുത്തുകയും ചെയ്തൊരു മാറ്റത്തിന് തയ്യാറാവുക എന്നുള്ളതായിരിക്കും ആ രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക് ഗുണരാകാമെന്ന് എനിക്ക് തോന്നുന്നു.